ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും മടിയാതെ തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും മടിയാതെ തോന്നണമേ. സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും തോന്നണമേ. അച്ഛനെന്നും അമ്മയെന്നും ഗുരുവെന്നുമുള്ളവരെ ഭേദമന്യ കണ്ടിടുവാൻ തോന്നണമേ. ദേഹശുദ്ധി മനഃശുദ്ധി എന്നിവയോടൊപ്പമെല്ലാം കരണീയമതെന്നുമെന്നും തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും മടിയാതെ തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും മടിയാതെ തോന്നണമേ. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് നഗരസഭയുടെ കൌൺസിലർ ശ്രീ എം കിഷോർ കുമാർ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സംവിധായകൻ ജയരാജ് അവർകൾ, നെൽബർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ശ്രീ ആര്യടൻ ഷൗക്കത്ത്, രഞ്ജിനി ജോസ്, പ്രിയപ്പെട്ടവർ, നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും വ്യാപാരി വ്യവസായികളും ചേർന്നുകൊണ്ട് 5ാം വർഷത്തിലേക്ക് നമ്മളുടെ പാട്ടുത്സവം നടത്തുകയാണ്. ഇന്ന് ഈ വേദി തന്നെ 3ാമത്തെ ദിവസമാണ്. നമുക്കറിയാം, വളരെ ചെറിയ ഒരു പാട്ടുത്സവത്തിൽ നിന്നാണ് ഇന്ന് 10,000 പങ്കെടുക്കുന്ന ഒരു വലിയ പാട്ടുത്സവത്തിലേക്ക് നാം മെല്ലെ മെല്ലെ മുന്നോട്ട് വന്നിട്ടുള്ളത്. നെൽമ്പൂർ മുനിസിപ്പാലിറ്റി വരുന്ന 100 ദിവസങ്ങൾക്കുള്ളിൽ ഒട്ടനവധി പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ കലയെയും വിദ്യാഭ്യാസത്തെയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വിവിധ പദ്ധതികളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ മുനിസിപ്പാലിറ്റിയുടെ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങളിൽ നിങ്ങളുടെ വിലയേറിയ സഹായങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിലൊക്കെ തന്നെ മുനിസിപ്പാലിറ്റിക്കും വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഘാടകർക്കുമുള്ള ഊർജവും മാർജവും ലഭിക്കുന്നത് നിങ്ങളുടെ വ്യക്തമായ സഹായവും സഹകരണവും ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജിനി ജോസ് സംഘത്തിന്റെയും പരിപാടികൾ കാണുവാൻ ആകാംക്ഷയോടെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്റെ സ്വാഗത പ്രാസംഗികം ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. നമുക്കറിയാം, നമ്മുടെ മലയാള സിനിമയുടെ പ്രഗത്ഭനായ സംവിധായകൻ ശ്രീ ജയരാജ് അവർകളാണ് വളരെ തിരക്കിട്ട പരിപാടികൾക്കിടയിലും ഇവിടെ വന്നു ചേർന്ന് ഈ മുഹൂർത്തം ധന്യമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാട്ടുത്സവ കമ്മിറ്റിയുടെ, മുനിസിപ്പാലിറ്റിയുടെ എല്ലാവരുടെയും പേരിൽ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ ജയരാജ് അവർകളെ ഞാൻ വേദിയിലേക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമുക്കറിയാം, നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആയിരുന്നപ്പോഴും പഞ്ചായത്തായിരുന്നപ്പോഴും നമ്മുടെ പഴയ ഒരു നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു അറിവ് എന്ന് പറയുന്നത്, ഒരു മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും വികസനം എന്നാൽ പാലവും തോടും അതുപോലെയുള്ള
സംഭവങ്ങളുമാണ് എന്നുണ്ടായി. പക്ഷേ അതെല്ലാം വേണമെങ്കിൽ പോലും അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിദ്യാഭ്യാസപരമായി, കലാപരമായ, സാംസ്കാരികമായ പരിപാടികൾ കൂടി കോർത്തിണക്കിക്കൊണ്ട് ചേർത്തുകൊണ്ട് ഉള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ആ പദ്ധതി നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന് തന്നെ മാതൃകയാവുകയും ചെയ്യുന്ന പദ്ധതികൾ ഒട്ടനവധി നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആയിരുന്നപ്പോൾ നമ്മുടെ നഗരസഭയായി മാറിയപ്പോഴും ഉണ്ടാക്കി. അതിന് ചുക്കാൻ പിടിച്ചത് ഇപ്പോഴത്തെ നമ്മുടെ നഗരസഭയുടെ പിതാവ് അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ശ്രീ ആര്യടൻ ഷൌക്കത്ത് എന്നിവരുടെ കഠിനമായ ശ്രമമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം വലം കൈയായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച മുഴുവൻ കൌൺസിലർമാരെയും ആദ്യമായി കൊണ്ടുതന്നെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന രഞ്ജിനി ജോസ് ആൻഡ് ഫ്രാങ്കോ ടീം, അവരുടെ പരിപാടി കാണുവാനാണ് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട രഞ്ജിനി ജോസ് ആൻഡ് ഫ്രാങ്കോ ടീമിന് വേണ്ടി എല്ലാവിധ സ്വാഗതവും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ അർപ്പിക്കുകയാണ്. അവരെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് അടക്കമുള്ള വ്യാപാരി സമൂഹം ഈ നഗരസഭ ഈ പാട്ടോത്സവം എന്നുള്ള കാര്യങ്ങളിലേക്ക് നഗരസഭ നീക്കിവെച്ചിട്ടുള്ളത് വളരെ തുച്ഛമായ സംഖ്യ. ആ സംഖ്യ കൊണ്ട് ഒരിക്കലും തന്നെ ഇത്രത്തോളം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനോ നടപ്പിലാക്കുവാനോ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏറ്റുകൊണ്ട് കഴിഞ്ഞ അനവധി ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വ്യാപാരി സമൂഹത്തിന്റെ കുറേ ആളുകൾ ഇവിടെയുണ്ട്. വ്യാപാരി സമൂഹത്തിന്റെ ആളുകളെ യാതൊരു കാരണവശാലും നമുക്ക് മറന്നുപോകാൻ കഴിയില്ല. ആ വ്യാപാരി സമൂഹത്തിലെ മുഴുവൻ അംഗങ്ങളെയും ഞാൻ ആത്മാർത്ഥമായി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ പാലളി മേബൂടെ. അതുപോലെ തന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന കൌൺസിലർ ശാരദ, അതുപോലെ തന്നെ സ്മിത മോൾ, നമ്മുടെ മർച്ചന്റ് അസോസിയേഷന്റെ AK ഷൌക്കത്തിലാക്ക, K സുരേന്ദ്രൻ തുടങ്ങി ഒട്ടനവധി ആളുകൾ ഇവിടെയുണ്ട്. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്ന് മാത്രമല്ല, നമ്മളെ ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട നല്ലവരായ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരികൾ, പത്രമാധ്യമ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ എന്ന് മാത്രമല്ല നമ്മുടെ കുറേ ദിവസങ്ങളായിക്കൊണ്ട് തന്നെ ഈ പരിപാടി ഭംഗിയായി കൊണ്ടുപോകുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വാളണ്ടിയേഴ്സായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കൾക്ക് പ്രചോദനമായിക്കൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ അബ്ദുൽ സമദ് ഉവാസ് തുടങ്ങി എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ അധ്യക്ഷൻ വഹിക്കുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ ആര്യടൻ ഷൌക്കത്താണ്. അദ്ദേഹത്തെ വിനയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായിട്ട് നഗരസഭയുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ ആര്യാടൻ ഷൌക്കത്തിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട ചലച്ചിത്ര സംവിധായകൻ ശ്രീ ജയരാജ്, കേരളത്തിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരി രഞ്ജിനി ജോസ്, അതുപോലെ തന്നെ ഫ്രാങ്കോ, മറ്റെന്റെ സഹപ്രവർത്തകരായ കൌൺസിലർമാർ, എന്റെ സഹപ്രവർത്തകരായ വ്യാപാരി സുഹൃത്തുക്കൾ, ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി സ്പോൺസർ ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ഉപാസ് ആണ്. ഉപാസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നിലമ്പൂരിൽ ഒരു ചെറുതായൊരു വ്യവസായം തുടങ്ങി ഒരു നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഹൈ സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ബെഡ് കമ്പനിയുടെ ഉടമസ്ഥനാണ്. അവരാദ്യം മുതലേ നമ്മുടെ പാട്ടുത്സവത്തെ സഹായിക്കുന്നുണ്ടെങ്കിലും ഈ വർഷം അവർ ഒരു പരിപാടി മുഴുവനായി സ്പോൺസർ ചെയ്യാൻ
തയ്യാറായി വന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ പരിപാടി നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഉബാസിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ അബ്ദുൽ സമദ് വേദിയിലിരിക്കുന്നുണ്ട്. മിസ്റ്റർ അബ്ദുൽ സമദ് അടക്കമുള്ള വേദിയിലിരിക്കുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നമ്മളിന്ന് 3-ാം ദിവസം പിന്നിടുന്നു. വളരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ വലിയേറിയ സഹകരണങ്ങൾ കൊണ്ട് നല്ല രൂപത്തിൽ നമുക്ക് പരിപാടി നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചു. ഇനിയും നിങ്ങളുടെ തുടർന്നുള്ള പിന്തുണയും നിങ്ങളുടെ വിവേകപൂർണമായ സഹകരണവും നിലമ്പൂരിൽ നിന്ന് പുറത്തു വരുന്നവരെ ആതിഥേയത്വമരുളാനുള്ള നമ്മുടെ കനിഞ്ഞ നമ്മുടെ മനസ്സിന്റെ സാന്നിധ്യവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജയരാജാണ്. ജയരാജനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മലയാളിയെ ജയരാജനെ പരിചയപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അനൌചിത്യമാണെന്ന് എനിക്കറിയാം. ജയരാജിന്റെ പ്രത്യേകത ഒരേ സമയം തന്നെ കച്ചവട സിനിമകളും അതേസമയം തന്നെ യഥാർത്ഥമായ എസ്തെറ്റിക് സെൻസ് കലാമൂല്യങ്ങൾ മുഴുവനായി നിലനിർത്തിക്കൊണ്ട് മലയാളത്തിന്റെ യശസ് രാജ്യത്ത് ലോകത്തുയർത്തിപ്പിടിക്കാൻ പറ്റുന്ന നല്ല സിനിമകളും ഒരുപോലെ മലയാള ചലച്ചിത്ര കാവ്യങ്ങൾ രചിച്ച സംവിധായകനാണ് ജയരാജ്. നമുക്കറിയാം, നമ്മളെപ്പോഴും പറയാറുള്ളതുപോലെ അതിവേഗ താളത്തിനനുസരിച്ച് ദ്രുതതാളത്തിനനുസരിച്ച് നൃത്തം ചെയ്യാൻ, പാട്ടുപാടി രസിപ്പിക്കാൻ കഴിയുന്ന ഫോർ ദ പീപ്പിൾ രചിക്കുമ്പോൾ തന്നെ ആരെ കണ്ടാലും മുണ്ടഴിക്കാൻ തോന്നുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച തിളക്കത്തിലൂടെ നമ്മളെല്ലാം ചിരിപ്പിച്ച ജയരാജ്, ഏറെ ഉച്ചത്തിൽ സംസാരിക്കുന്ന ലൗഡ് സ്പീക്കറിലൂടെ മലയാളിയെ വീണ്ടും ഒന്നുകൂടി ചിരിപ്പിച്ച ജയരാജ്, പക്ഷേ മനസ്സിന്റെ ആർദ്രമായ ചലച്ചിത്ര ആവിഷ്കാരങ്ങൾ നൽകി ലോകത്ത് തന്നെ ഉയർന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ അംഗീകാരമായ ഗോൾഡൻ പീക്ക് അവാർഡ് നേടിയ കരുണത്തിന്റെ സംവിധായകൻ കൂടിയാണ്. കരുണമെന്ന് പറയുന്ന സിനിമയെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം, ഞാനതിലേക്കൊന്നും പോകുന്നില്ല. ജയരാജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടത്, എല്ലാ സിനിമയും വ്യത്യസ്തമായ കഥാനുഭവങ്ങളുടെ ഒരു പരിസരമാണ് നമുക്ക് ലഭിക്കുന്നത്. വളരെ വ്യത്യസ്തമായ കഥകൾ, വളരെ പ്രായം ചെന്ന അമ്മയെയും അച്ഛനെയും നോക്കാനില്ലാത്ത അവർ തമ്മിലുള്ള കരുണം, അതുപോലെ തന്നെ കണ്ണൂരിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൊടും ക്രൂരതകൾ അല്ലെങ്കിൽ പകകൾ വെച്ചു പുലർത്തിക്കൊണ്ട് മക്കളെ പരസ്പരം കൊന്നെടുക്കുന്ന, കടിച്ചു കീറുന്ന മക്കൾ. പക്ഷേ ആ മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരുടെ ദുഃഖം സമമാണ്. അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗങ്ങൾ ശാന്തം. ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമകൾ. അതുപോലെ തന്നെ കളിയാട്ടം നമുക്കറിയാം. എനിക്ക് തോന്നുന്നു ഷേക്സ്പിയറിന്റെ ഒഥെല്ലോ ആണ് കളിയാട്ടത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഷേക്സ്പിയറിന്റെ മറ്റൊരു കാവ്യമായ നമ്മുടെ ആന്റണി ആൻഡ് ക്ലിയോപാട്ര, അതാണ് നമുക്ക് കണ്ണകിയിലൂടെ. ഞാൻ കണ്ണകി എന്ന് വിചാരിക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഒരു ഹിന്ദു മിത്തോളജിയുടെ ഒരു സ്ത്രീ ആവിഷ്കാരമാണ് കണ്ണകി. അതല്ല, ഒരു ആന്റണി ആൻഡ് ക്ലിയോപാട്രയിലെ അതേ കഥാപാത്രത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കി അവതരിപ്പിച്ചു തന്ന കണ്ണകി. അങ്ങനെ നിരവധി സിനിമകൾ, ആ നിരവധി സിനിമകൾ രചിച്ചു. ഇന്ന് ദേശീയ അംഗീകാരം ഞാൻ തിരക്കഥ എഴുതിയ, ഞാൻ നിർമ്മിച്ച ദൈവനാമത്തിൽ എന്ന സിനിമയടക്കം 6 സിനിമകൾക്കും ദേശീയ അംഗീകാരങ്ങൾ കിട്ടിയ ജയരാജിനെ തന്നെ നമുക്ക് ഇന്ന് വീണ്ടും 2ാം വർഷവും പാട്ടുത്സവത്തിൽ നിങ്ങളോടുമായി സംവേദിക്കാൻ, നിങ്ങളുമായി ആശയം പങ്കിടാൻ ലഭിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ ചാരിതാർത്ഥ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ജയരാജിന്റെ ഓരോ സിനിമകളെക്കുറിച്ചും ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല. മനുഷ്യന് എപ്പോഴും കലയുടെ ശക്തി, സാഹിത്യത്തിന്റെ ശക്തി അതാണ്. ജാതിക്കും മതത്തിനും വർണ്ണത്തിനും ഭാഷയ്ക്കും അപ്പുറത്ത് മനുഷ്യനോട് സംവേദിക്കാൻ കഴിയുന്ന, മാനുഷികതയുടെ ഭാഷയറിയാവുന്ന, നമുക്കറിയാം, ലോകത്ത് ഇതുവരെ ഒരു സാഹിത്യകാരനും സ്വന്തം ജാതിക്ക് വേണ്ടി, വർണ്ണത്തിനു വേണ്ടി ഒരു കാവ്യം രചിച്ചിട്ടില്ല, ഒരു കവിതയും പിറന്നിട്ടില്ല. ലോകത്ത് സ്വന്തം ജാതിക്കോ മതത്തിനോ വേണ്ടി ഒരു നോവലും രാജ്യത്ത് പിറന്നിട്ടില്ല, ഒരു സിനിമയും പിറന്നിട്ടില്ല, ഒരു നാടകവും പിറന്നിട്ടില്ല. ഈ നാടകവും കാവ്യങ്ങളും എല്ലാം മനുഷ്യനോട് സംവേദിച്ചത് മനുഷ്യന്റെ ഭാഷയിലാണ്, മാനവികതയെക്കുറിച്ചാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ ഭാഷയറിയാവുന്ന ചലച്ചിത്ര സംവിധായകനാണ് ജയരാജ്. നമുക്കറിയാം, നമുക്കെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലയാളി. നമുക്ക് ഇന്ന് പട്ടാപ്പകൽ പോലും ട്രെയിനിൽ നമ്മുടെ സഹോദരിമാർക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ സ്വയം ആശങ്കപ്പെടുന്ന, ഉൾക്കിടലമുണ്ടാവുന്ന, ഉൾഭയമുണ്ടാകുന്ന കാലഘട്ടം. സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ നമുക്ക് രക്ഷിക്കാമായിരുന്നു. ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി വരൻ വരുന്നു. അമ്മ കൗതുകത്തോടുകൂടി അവളെ കല്യാണം ചെയ്തയക്കാനുള്ള
വരനെ കാണാൻ വേണ്ടി അവളെ വിളിച്ചു വരുത്തുകയാണ്. സൗമ്യ പട്ടാപ്പകൽ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ പട്ടാപ്പകൽ ആ ട്രെയിനിൽ നിന്ന് വലിച്ച് താഴെയിട്ട് മരണവുമായി മല്ലടിച്ച് കിടക്കുന്ന സൗമ്യയെ അതിക്രൂരമായി ബലാത്കാരം ചെയ്യുന്ന കാഴ്ച നമ്മൾ മലയാളി കണ്ടു. മലയാളിയുടെ മനസ്സ് ഞെട്ടിയില്ല. ആ സൗമ്യയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നു. അതിന് തൊട്ടുപുറത്തെ കമ്പാർട്ട്മെന്റിലെ ആളുകൾ, മലയാളികൾ ഇത് കണ്ടു. ആ ഒരു മലയാളിക്ക്, കരുണയുള്ള, മനസ്സിൽ ആർദ്രതയുള്ള ഒരു മലയാളിക്ക് അവൻ ട്രെയിൻ നിർത്താൻ വേണ്ടി ചെയിൻ വലിക്കാൻ അവന്റെ കൈകൾ പൊങ്ങി. പക്ഷേ ആ പൊങ്ങിയ കൈകൾ കൂടെയുള്ള മലയാളികൾ പിടിച്ചു താഴ്ത്തി പറഞ്ഞതെന്താ? നീ ട്രെയിനിന്റെ ചെയിൻ വലിച്ചാൽ ട്രെയിൻ നിൽക്കും, നിന്നാൽ ഞാനും നീയും സാക്ഷിയാവേണ്ടി വരും, നമ്മൾ സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും, കോടതി കയറേണ്ടി വരും, എനിക്കും നിനക്കും നേരത്തെ കുടുംബത്തെത്താൻ കഴിയുകയില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ദ്രുതതാളത്തിനനുസരിച്ച് നൃത്തം ചെയ്യുമ്പോഴും നമ്മൾ പൊട്ടിച്ചിരിക്കുമ്പോഴും മനുഷ്യനോട് സംവേദിക്കുവാൻ, മനുഷ്യന്റെ കലയായ സിനിമയെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് കൃത്യമായി അറിയാവുന്ന സംവിധായകന്റെ സാന്നിധ്യം ഈ സാംസ്കാരിക സമ്മേളനത്തിന് കൂടുതൽ കരുത്തു പകരുന്നു. ഈ സമ്മേളനം പ്രോജ്വലിപ്പിക്കുന്നു, നമുക്ക് കൂടുതൽ ഊർജം പകരുകയാണ്. ഇവിടെ ഞാൻ എന്റെ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മൾ അതേപോലെ തന്നെ നമുക്കറിയാം രഞ്ജിനി ജോസാണ്. രഞ്ജിനി ജോസ് നയിക്കുന്ന, ഫ്രാങ്കോയും രഞ്ജിനി ജോസും കൂടി നയിക്കുന്ന ഒരു ഗാനധാരയാണ് ഇനി അണ്ണം മുറിയാതെ നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത്. രഞ്ജിനി ജോസിനെ വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ രഞ്ജിനി ജോസിന്റെ കുടുംബവുമായി, അദ്ദേഹത്തിന്റെ പിതാവുമായി ഒക്കെ വളരെയേറെ ബന്ധം എന്റെ കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നേരം, ഒരു 15 വർഷം മുൻപ് രഞ്ജിനി പാട്ടുകാരിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിലമ്പൂരിലെ UDFന്റെ ഒരു ഇലക്ഷൻ സോങ്ങിന് വേണ്ടി രഞ്ജിനി പാടിക്കൊണ്ടാണ് രഞ്ജിനി ജോസിന്റെ കുടുംബവുമായി നിലമ്പൂർക്കാർക്ക് നിങ്ങളറിയാത്ത ഒരു ബന്ധം നിലമ്പൂരിനുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഫ്രാങ്കോ, രഞ്ജിനി ജോസ് ഇതിനകം തന്നെ 120ഓളം സിനിമകളിൽ പാടിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഹിന്ദി സിനിമയിലും പാടിക്കൊണ്ടിരിക്കുന്നു. നിരവധി തമിഴ് ചിത്രങ്ങളിൽ തിരക്കേറിയ ഗായികയായി മലയാളത്തിന്റെ രഞ്ജിനി മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഫ്രാങ്കോ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒരുപോലെ പാടിക്കൊണ്ടിരിക്കുന്ന പിന്നണി ഗായകനാണ് ഫ്രാങ്കോ. ഇവരെയൊക്കെ ഒരുമിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇവിടെ പാട്ടുകൾ കേൾക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അതിനു മുൻപ് ഇവിടെ ഇതേ സ്റ്റേജിൽ വെച്ച് നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ രാമൻകുത്ത്, നമ്മുടെ വളർന്നു വരുന്ന പ്രതിഭകൾ നടത്തിയ പരിപാടികൾ കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞു. അവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്ക് ഈ വേദി, നമുക്ക് നല്ല ഗാനങ്ങൾ പാടി വരുന്നത് ആസ്വദിക്കാനും നമ്മുടെ പാട്ടുകാരെ അവസരം നൽകുവാനുമുള്ള വേദിയായി മാറുകയാണ്. അതുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി, നമ്മളോട് അല്പം വാക്കുകൾ പങ്കുവെക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ നമ്മുടെ പ്രിയ സംവിധായകൻ ജയരാജനെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹലോ, മലയാളത്തിന്റെ പ്രിയങ്കരനായ സംവിധായകൻ ജയരാജ് നിരവധി മനോഹരങ്ങളായ ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ശ്രീ ജയരാജ് ഇന്നത്തെ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. 1992 കുടുംബസമേതം, 96 ദേശാടനം, 97 കളിയാട്ടം, 99 കരുണം, 2000 ശാന്തം, 2004 ഫോർ ദ പീപ്പിൾ, 2008 ഗുൽമോഹർ, 2009 ലൗഡ് സ്പീക്കർ തുടങ്ങി നിരവധി മനോഹരങ്ങളായ ചലച്ചിത്ര കാവ്യങ്ങൾ, മകൾക്ക് കണ്ണകി, ദൈവനാമത്തിൽ തുടങ്ങിയ ക്ലാസിക്കൽ ചിത്രങ്ങൾ കൂടി മലയാളിക്ക് സമ്മാനിച്ച രഞ്ജിത്ത് ജയരാജ്, പ്രിയങ്കരിയായ ഗായിക രഞ്ജിനി ജോസ്, ശ്രീ ഫ്രാങ്കോ, ശ്രീ അബ്ദുൽ സമദ്, നഗരസഭയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പാലോളി മെഹബൂബ്, ശ്രീ ഷാജി തോമസ്,
നിലമ്പൂർ നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും മർച്ചന്റ് അസോസിയേഷനും കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റും ചേർന്നൊരുക്കുന്ന നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന്റെ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനും നമ്മോട് സംസാരിക്കുന്നതിനുമായി പ്രിയങ്കരനായ സംവിധായകൻ ശ്രീ ജയരാജനെ ക്ഷണിക്കുന്നു. നിലമ്പൂരിനെ സ്വർഗതുല്യമായ ഒരു പ്രദേശമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആര്യാടൻ ഷൗക്കത്ത്, കേരളത്തിലെ വാനമ്പാടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന, ഇന്ന് ഹിന്ദിയിലേക്കും ഭാരതത്തിൻ്റെ തന്നെ ശബ്ദമായി മാറാൻ സാധ്യതയുള്ള മലയാളത്തിൻ്റെ ഗായിക രഞ്ജിനി ജോസ്, യുവതലമുറയുടെ ഹരമായി മാറിയ ഫ്രാങ്കോ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഗുരുതുല്യരെ, പ്രിയപ്പെട്ടവരെ, 2 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ നിലമ്പൂർ പഞ്ചായത്തിൽ പാട്ടുത്സവം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയത്. അതിനൊരു ഭാഗ്യമുണ്ടാകുകയും ഞാനന്നൊരു പാട്ട് പാടുകയും ചെയ്തു. അന്ന് ഉണ്ടായ ഒരു അനുഭവം കൊണ്ടാണ് വീണ്ടും ഷൗക്കത്തിനെ കാണുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും, ഷൗക്കത്തെ എന്നാണ് നിലമ്പൂർ പാട്ടുത്സവം, എനിക്കൊന്ന് വരണമെന്നുണ്ട്, ഒരു പാട്ട് പാടണമെന്നുണ്ട് എന്നൊക്കെ പറയും. ജനങ്ങൾ അത് സഹിക്കുമോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ കൂടെ അതൊരാഗ്രഹമാണ്. ഈ പ്രാവശ്യം ഷൗക്കത്ത് എന്നെ വിളിക്കാൻ ഉദ്ദേശിച്ചല്ലേ, വേറെ കുറച്ചുകൂടെ വലിയ വലിയ ആൾക്കാരൊക്കെ വിളിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ യാദൃശ്യമായിട്ട് തിരുവനന്തപുരം ഫെസ്റ്റിവൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഈ പ്രാവശ്യം വരും, ഒരു പാട്ട് പാടും. അതുകൊണ്ട് ഷൗക്കത്ത് വിളിച്ചില്ലെങ്കിലും അങ്ങനെയാണ് ഷൗക്കത്ത് നിർബന്ധിതനായത്. ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു തോന്നലാണ്, ഇവിടെ വരിക, ഈ പാട്ടുത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. കാരണം ലോകത്തിൽ വേറെ എവിടെയും ഇതുപോലെ ഒരു പാട്ടുത്സവം കൊണ്ട് ഒരു നഗരത്തിന്റെ അല്ലെ ഒരു പഞ്ചായത്തിന്റെ, അല്ലെങ്കിൽ ഇന്ന് പഞ്ചായത്ത് അതൊരു മുനിസിപ്പാലിറ്റി ആയി മാറി, അതിൻ്റെയൊക്കെ പിന്നിൽ ഷൗക്കത്തിന്റെ കരങ്ങളാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ഇങ്ങനെ ഒരു ജനത മുഴുവൻ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു വർഷം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു ഉത്സവം, ഒരു പാട്ടുത്സവം, അത് എത്രമാത്രം മനുഷ്യ പുരോഗതിക്കും ജീവിത നിലവാരത്തിനും മാറ്റം വരുത്താൻ പ്രയോജനപ്പെടുന്നു എന്നുള്ള സത്യം നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എനിക്ക് വരാൻ ആഗ്രഹം ഇവിടെ ഏറ്റവും കൂടുതൽ. ഈ പാട്ടുത്സവം എന്ന് പറയുന്ന സാംസ്കാരികപരമായും അല്ലെങ്കിൽ ഒരുപാട് പുരാതനമായ ഈ ഒരു സംസ്കാര ശുദ്ധി നിലനിർത്തിക്കൊണ്ടു പോകുക, വരും തലമുറയിലേക്ക് അത് പകർത്തിക്കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പുറമേ കാണുന്ന അർത്ഥത്തിനേക്കാൾ അപ്പുറത്ത് വളരെ അർത്ഥവത്തായിട്ടുള്ള അഗാധമായ ഒരു വലിയ കാഴ്ചപ്പാട് അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷൗക്കത്ത് ഇതിന് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്ത് ജനതയെ ഒന്നാക്കാനുള്ള ഈ ശ്രമത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് ഞാൻ തോന്നുന്നു. ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് ഇത്രയും ജനങ്ങൾ ഒന്നിച്ചുകൂടുന്ന ഈ അവസ്ഥയിൽ പരസ്പര ജാതി വ്യത്യാസമില്ലാതെ, പരസ്പര വൈരമില്ലാതെ, എല്ലാം മറന്ന് 3-4 ദിവസം ഒന്നിച്ചുകൂടുന്ന ഈ ഒരു അന്തരീക്ഷം വേറെ എവിടെയാണ് കാണാൻ സാധിക്കുക എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഇത് തീർച്ചയായും നിലമ്പൂരിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നതാണ്. ഒരപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. കാരണം നമ്മൾ ഗാനമേളകൾ ഇവിടെ എല്ലാ വർഷവും പാട്ടുത്സവത്തിന് വിവിധ തരം ഗാനമേളകൾ നടക്കാറുണ്ട്. നിങ്ങളെല്ലാം ആനന്ദത്തിൽ ആറാടി നൃത്തം ചെയ്യാറുണ്ട്, പരസ്പരം നമ്മൾ യാത്ര പറഞ്ഞ് പിരിയാറുണ്ട്. പക്ഷേ നമ്മളുടെ ലോകത്ത് ഇന്ന് ഒരുപക്ഷെ നിലമ്പൂർക്കാർക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ അപരിചിതമായിട്ടുള്ള ഒരുപാട് അന്തരീക്ഷമുണ്ട്. സംഗീതത്തിന്റെ വളരെ വിപുലമായ ഒരുപാട് സാധ്യതകൾ നമ്മുടെ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സക്കീർ ഹുസൈനെ പോലെ, കുമാർ ഗന്ധർവയെ പോലെ, ഭീംസൻ ജോഷിയെ പോലെയുള്ള മഹാരഥന്മാര് നിലമ്പൂര് വന്ന് പാടുന്ന ഒരു കാലം ഞാൻ കൊതിച്ചു പോവുകയാണ്. കാലത്തെ അതിജീവിച്ച് ഒരുപക്ഷെ രാജ്യം കടന്ന് കടലുകൾ താണ്ടി അപ്പുറത്തു നിന്നും ആഫ്രിക്കയുടെയും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന സംഗീത പ്രതിഭകൾ ഇവിടെ വന്ന് നമ്മുടെ ഈ നിലമ്പൂർ പാട്ടുത്സവത്തിന് പാടുന്ന ഒരു കാലം ഞാൻ കാത്തിരിക്കുകയാണ്. തീർച്ചയായും അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷ എന്റെ മനസ്സിലുണ്ട്. കാരണം ലോകത്തിലുള്ള എല്ലാ അവസ്ഥകൾക്കും
അതീതമായി നിൽക്കുന്നത് കലയാണ്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന സിനിമ. അത് എക്കാലത്തും പ്രിയപ്പെട്ട സിനിമയാണ്, അതുപോലെ തന്നെ കാലത്തെ അതിജീവിക്കുന്ന സിനിമയാണ്. എന്തുകൊണ്ടാണ്? അത് യുദ്ധങ്ങളുടെ കാലത്ത്, മഹായുദ്ധങ്ങളുടെ കാലത്ത് എഴുതിയ ഒരു സിനിമ, അല്ലെങ്കിൽ ചിത്രീകരിച്ച ഒരു സിനിമയാണ്. ലോകത്ത് ഇത്രയും വലിയ ഹിറ്റ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം അത് സംഗീതമാണ് അതിന്റെ പ്രധാനം. ഇന്നും കുട്ടികൾ പഠിച്ചു തുടങ്ങുന്ന പല പാട്ടുകളും ഒരുപക്ഷെ സൗണ്ട് ഓഫ് മ്യൂസിക്കിന്റെ പാട്ടുകൾ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ കൊണ്ട് കണക്ട് ചെയ്യുന്ന ഫാക്ടർ യുദ്ധത്തിൻ്റെയൊക്കെ അപ്പുറത്ത്, യുദ്ധത്തിനുമൊക്കെ മേലെ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ സംഗീതത്തിന്റെ ഒരവസ്ഥയിലൂടെ ഒരുപക്ഷെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം പോലും ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു വലിയൊരു സത്യമാണ് സൗണ്ട് ഓഫ് മ്യൂസിക്കിലൂടെ പറയുന്നത്. നിങ്ങൾക്കൊരുപക്ഷെ അറിയാം, ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ശങ്കരാഭരണം എന്നൊരു സിനിമ, തെലുങ്കിലാണ് ഒട്ടുമിക്ക കീർത്തനങ്ങളും, എങ്കിൽ കൂടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമ എറണാകുളം കവിതാ തിയേറ്ററിൽ ഓടിയ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമ ശങ്കരാഭരണമാണ്. അന്ന് പാട്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പിന്നീട് ഒരു കാലത്ത് മൺമറഞ്ഞു പോയ അല്ലെങ്കിൽ അന്യാധീനപ്പെട്ടു പോയ ശാസ്ത്രീയ സംഗീതം വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു കാരണവും ആ ശങ്കരാഭരണം എന്നുള്ള സിനിമയാണ്. അപ്പോൾ സംഗീതത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് മനുഷ്യനെ ഒന്നാക്കാനും. ഇന്ന് ഷൗക്കത്ത് പറഞ്ഞതുപോലെ മനുഷ്യ മനസ്സിൽ ആർദ്രതയുടെ, കരുണയുടെ, സ്നേഹത്തിന്റെ ഒക്കെ തോന്നലുകൾ ഉണ്ടാക്കാൻ സംഗീതത്തിന് മാത്രമേ കഴിയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അടുത്ത ദിവസം മാതൃഭൂമിയിൽ ഒരു ആർട്ടിക്കിളുണ്ട്, ഒരുപക്ഷെ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. അന്നപൂർണാദേവിയെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ, പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഭാര്യയെക്കുറിച്ചുള്ളത്. ബോംബെയിലെ ഒരു ഫ്ളാറ്റിൽ 20 വർഷങ്ങളായിട്ട് മുറി തുറക്കാതെ അകത്ത് കഴിയുന്ന ഒരു ലോകം കണ്ട ഏറ്റവും വലിയ ഒരു സംഗീതജ്ഞയുടെ കഥയായിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നത്. അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് വിശാലമായ സംഗീതത്തിന്റെ ലോകത്തെക്കുറിച്ചാണ്. അത്രയും സാധ്യതകളുള്ള സംഗീതം നിലമ്പൂരിന്റെ മണ്ണിലേക്ക് വന്ന് ജനങ്ങളുടെ മനസ്സിന്റെ, അവരുടെ ജീവിതത്തിലേക്ക് ഇത്രമാത്രം കടന്നു ചെല്ലുന്ന ഒരു പ്രക്രിയ ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങൾക്കും മറ്റു നാടിനും ഒക്കെ ഒരു വലിയൊരു പ്രചോദനമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ മനോഹരമായ സംസ്കാരം, ഈ വളരെ ശുദ്ധിയുള്ള ഈ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ വരുംകാലങ്ങളിൽ ഇതിനേക്കാളും സജീവമായി മുന്നേറുകയും കാലങ്ങളും ദേശങ്ങളും കടന്ന് വിവിധ തരത്തിലുള്ള സംഗീതം ഇവിടെ ഈ സ്റ്റേജിൽ വിസ്മയങ്ങളുണ്ടാക്കുകയും മനസ്സിൽ അതിൽ കൂടുതൽ വലിയ അനുഭൂതികളുണ്ടാക്കി മാറ്റുകയും അങ്ങനെ ലോകത്തിന്റെ ഭൂപടത്തിൽ തന്നെ ഇത് നിലമ്പൂർ പാട്ടുത്സവം ഒരു മഹാസംഭവം, സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, മത സൗഹാർദ്ദത്തിന്റെ ഒക്കെ ഏറ്റവും വലിയൊരു അരങ്ങായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്റെ അപക്വമായ ശബ്ദത്തിൽ, എനിക്കറിയാത്ത താളത്തിൽ ഞാൻ 2 വരി പാടും. നിങ്ങൾ പാടരുതെന്ന് പറഞ്ഞാലും പാടും, കാരണം എനിക്ക് പാടിയേ പറ്റൂ. പാട്ടുത്സവമാണ്. സമ്മതിച്ചല്ലോ? 2 വരി. ഏതാ? 4 വേണം. ഓക്കെ, ശരി, സമ്മതിച്ചു. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു, മണ്ണിൽ നിന്നുടയുന്ന തേൻകുടത്തെ കണ്ണുനീരെന്നും വിളിച്ചു, കണ്ണുനീരെന്നും വിളിച്ചു. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. നന്ദി, നമസ്കാരം. നിലമ്പൂരിലേക്ക് കടന്നു വന്ന് നമ്മോട് സംസാരിക്കുകയും നമുക്ക് പാട്ടുപാടി തരികയും ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ സംവിധായകൻ ജയരാജന് നിലമ്പൂർ ജനതയുടെ സ്നേഹോപകാരം അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ചെയർമാനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി പ്രിയങ്കരനായ ജയരാജനെയും ക്ഷണിക്കുന്നു. നിലമ്പൂരിലെ ശില്പി ഷെരീഫ് നിലമ്പൂർ രൂപകൽപ്പന ചെയ്ത ഉപഹാരമാണ് ശ്രീ ജയരാജന് ചെയർമാൻ സമർപ്പിക്കുന്നത്.
താങ്ക് യു. ചെയർമാൻ ശ്രീ ജയരാജ്. സൗത്ത് ഇന്ത്യയിലെ മികച്ച പിന്നണി ഗായികയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി രഞ്ജിനി ജോസ്. ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞതുപോലെ 120ഓളം സിനിമയിൽ അവർ പാടിയിട്ടുണ്ട്, മലയാളത്തിലും തമിഴിലുമൊക്കെയായി. മാത്രമല്ല അപരിചിതനിലെ മാസം മാസം എന്നുള്ള ഒറ്റ പാട്ട് മതി, എത്ര മനോഹരമായിട്ടാണ് അവർ ആ പാട്ട് നമുക്കായി പാടിയിട്ടുള്ളത്. യഥാർത്ഥത്തിലെ രഞ്ജിനി ജോസ് നമ്മൾക്ക് ഈ പാട്ടുത്സവത്തിൽ പാട്ട് പാടുന്നതിന് വേണ്ടി മാത്രമല്ല ആവശ്യം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഏറ്റവും നല്ലൊരാളാണ്. കാരണം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ഒരു റാങ്ക് ഹോൾഡറാണ് രഞ്ജിനി ജോസ്. ഏറെ സ്നേഹത്തോടെ നമ്മോട് സംസാരിക്കുന്നതിനായിട്ട് രഞ്ജിനിയെ ക്ഷണിക്കുന്നു. നന്ദി. എല്ലാ സ്നേഹം നിറഞ്ഞ നിലമ്പൂർ നിവാസികൾക്കും ആദ്യമായി ഞാൻ ഒരു പുതുവത്സരാശംസകൾ നേരുകയാണ്. വേദിയിലിരിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് സർ, പ്രഗത്ഭനായ സംവിധായകൻ ജയരാജ് സർ, എന്റെ കൂടെ ഇന്ന് പാടുന്ന വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സിംഗറാണ് എന്റെ ഗുരുതുല്യനായിട്ടുള്ള ഫ്രാങ്കോ ചേട്ടൻ, വേദിയിലുള്ള മറ്റ് മുഖ്യാതിഥികളെ, എന്റെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ. എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗാനമേളയിലേക്ക് കടക്കുകയാണ്. അപ്പം ഞാൻ ഒട്ടും പ്രസംഗിച്ച് ബോറടിപ്പിക്കുന്നില്ല. എന്നാലും എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. കേരളത്തിലൊട്ടാകെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏതൊരു സിംഗറിന്റെ അടുത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ പാടാൻ ഇഷ്ടം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും വടക്ക് കേരളമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് എനിക്ക് സ്നേഹം കിട്ടുന്നത് വടക്ക് കേരളത്തിൽ നിന്നാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ വിളിച്ച് എന്റെ പാട്ടുകളെ പറ്റി ഒരു അഭിപ്രായം പറയാം, അല്ലെങ്കിൽ ഒരു സ്നേഹം എനിക്ക് ആത്മാർത്ഥമായി, ഒരുപാട് പേര് വിളിക്കാറുണ്ട്, പക്ഷെ എനിക്ക് ആത്മാർത്ഥമായിട്ട് തോന്നിയിട്ടുള്ളത് വടക്ക് കേരളത്തിൽ നിന്നാണ്. നിലമ്പൂർ എന്ന ദൃശ്യമനോഹരമായ ഈ സ്ഥലത്ത് വന്നിട്ട് പാട്ടുത്സവത്തിൽ ഒരുപാട് പ്രതിഭകൾ പാടാൻ വരുന്നുണ്ട്. എന്നാലും ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടി മാറ്റിവെച്ച ഷൗക്കത്ത് സാറിനോടും ഇതിന്റെ ഭാരവാഹികളോടും എല്ലാവരോടും ഞാൻ എന്റെ അകമറിഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രോഗ്രാം എനിക്ക് കാഴ്ചവെക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി തന്നെ വേദിയിൽ വെച്ച് കാണാം എന്ന് ഞാൻ പറയുകയാണ്. എന്റെ ഒപ്പം ഫ്രാങ്കോ ചേട്ടൻ കൂടാതെ ഒരുപാടധികം പ്രഗത്ഭരായ പാട്ടുകാർ വന്നിട്ടുണ്ട്. പിന്നെ സ്വരലയുടെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഓർക്കസ്ട്രയുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, താങ്ക് യു. പരിചയപ്പെടുത്തലിന് ആവശ്യമില്ലാത്ത മറ്റൊരു കലാകാരനാണ് ശ്രീ ഫ്രാങ്കോ. നമ്മുടെ ഒരുപാട് ഗാനങ്ങളോട് നമ്മളെ ആവേശം കൊള്ളിച്ചിട്ടുള്ള ശ്രീ ഫ്രാങ്കോയെ നമ്മൾ സംസാരിക്കുന്നതിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് സർ, ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടകൻ, പ്രശസ്ത ഡയറക്ടർ ജയരാജ് സർ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജത്തി രഞ്ജിനി ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് നിലമ്പൂര് ഒരു പ്രോഗ്രാമിന് വരുന്നത്. ഇത്രയും രസമുള്ള ഒരു സ്ഥലമാണെന്ന് എനിക്ക് കണ്ടറിയാനും അതുപോലെ തന്നെ എനിക്ക് പുതിയ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താനും ഒക്കെയുള്ള ഒരു വേദിയായിട്ട് ഞാനിതിനെ കാണുകയാണ്. ഈ ചെറിയ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും പ്രോത്സാഹനങ്ങളും ഒരുപാട് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇറങ്ങാനിരിക്കുന്ന ചെറിയതും വലിയതുമായ ഒരുപാട് പ്രൊജക്ടുകൾ ഉണ്ട്. തീർച്ചയായും എല്ലാത്തിനും നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സംസാരിച്ച് സമയം കളയുന്നില്ല. കാരണം നമ്മുടെ പ്രോഗ്രാം തുടങ്ങാൻ വൈകുന്തോറും നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ പാടുന്ന ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഒരുപാട് സമയം കഴിയുമ്പോൾ പതുക്കെ 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 ഇങ്ങനെ ഉറക്കൊക്കെ വന്നു തുടങ്ങും. സോ ഇന്ന് എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം കൊണ്ട് തൊണ്ട വലിയ കുഴപ്പമില്ല. തീർച്ചയായിട്ടും നമ്മൾ നന്നായി നിങ്ങൾ എന്റർടൈൻ ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും. ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ നവവത്സര ആശംസകൾ. എനിക്ക് ഒരുപാട് നന്ദിയോടുകൂടി ഓർക്കാനുള്ള ഒരു പേരുകൂടി ഞാൻ ഓർക്കുകയാണ്. എന്നെ ഈ പ്രോഗ്രാമിനെ സ്പെഷ്യലായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തത് നമ്മുടെ രഞ്ജിനിയുടെ ഫാദർ ജോസ് അങ്കിളാണ്. ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ മൂവി. അതുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു.
ഇന്നത്തെ പ്രോഗ്രാമും ഇനി വരാനിരിക്കുന്ന പ്രോഗ്രാമുകളെല്ലാം ഭംഗിയാവാനായി എല്ലാ ആത്മാർത്ഥമായ പ്രാർത്ഥനയും തീർച്ചയായിട്ടും നേരുന്നു. താങ്ക് യു സോ മച്ച്. ആശംസ അറിയിക്കുന്നതിനായിട്ട് നഗരസഭയുടെ കൌൺസിലർ ശ്രീമതി കെ ശാരദയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രശസ്തനായ സംവിധായകൻ ജയന്തൻ സാർ, വേദിയിലിരിക്കുന്ന മനമ്പാടി രഞ്ജിനി ജോസ്, മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നിലമ്പൂർ പൈതൃക മഹോത്സവത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ കൾച്ചർ പ്രോഗ്രാമിന്റെ ടീം അംഗങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹലോ, നഗരസഭയുടെ കൌൺസിലർ ശ്രീമതി സ്മിത മൊൾക്കി. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മൾ പാട്ടുത്സവത്തോടനുബന്ധിച്ചാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് ആരാധിക്കുകയും വളരെയധികം ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന പലതരം വ്യക്തികളെയും നമുക്ക് കൂടുതൽ പരിചയപ്പെടുന്നതിനും നമുക്ക് കാണുന്നതിനും അവരുടെ പരിപാടികൾ ആസ്വദിക്കുന്നതിനൊക്കെ അവസരമൊരുക്കി തരുന്ന ചെയർമാനോട് നമുക്ക് ആദ്യം തന്നെ ഒരു നന്ദിയും കടപ്പാടൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പാട്ടുത്സവത്തിന് അതിനോടനുബന്ധിച്ച് നടത്തുന്ന സാംസ്കാരിക പരിപാടികൾക്കും എൻ്റെ എല്ലാവിധ നന്മയും ആശംസിക്കുന്നു. നന്ദി. ഹലോ, ശ്രീ എ കെ ഷൌക്കത്തലി, മർച്ചന്റ് അസോസിയേഷൻ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹലോ, നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കലാസന്ധ്യ നമുക്കായി സ്പോൺസർ ചെയ്യുന്നത് ഉബാസ് റബ്ബറൈസ്ഡ് മാട്രസ് ആണ്. ഉബാസ് റബ്ബറൈസ്ഡ് മാട്രസിന്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ ഒ ജി സുരേന്ദ്രൻ നമ്മോട് സംസാരിക്കും. ഗുഡ് ആഫ്റ്റർനൂൺ ജെന്റിൽമാൻ. നിലമ്പൂർ പാട്ടുത്സവം എന്ന് പറഞ്ഞത് ഞാൻ വളരെ കാലം മുമ്പേ കേട്ടിരുന്നെങ്കിലും അത് ഇത്ര വലിയൊരു മാമാങ്കമാണെന്ന് മനസ്സിലാക്കുന്ന ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിലാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെറിയ തോതിൽ ചെറിയ പങ്കെടുക്കാൻ പറ്റിയെങ്കിലും ഒരു ദിവസത്തെ പൂർണ്ണമായ സ്പോൺസർഷിപ്പ് എടുത്തതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിനെ ഞങ്ങളെ സഹായിച്ച ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ മിസ്റ്റർ ഷൌക്കത്ത് അലിയോട് ഞങ്ങൾക്ക് വളരെയധികം കൃതജ്ഞതയുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാരി വ്യവസായ അസോസിയേഷന്റെ ഭാരവാഹികളും ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ സഹകരണം ഞങ്ങൾക്ക് എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ സഹകരണം ഇനി വീണ്ടും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കട്ടെ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അവരോട് നന്ദി പറയുന്നു. ഈ മഹോത്സവത്തിൽ തന്നെ ഞങ്ങൾ ഉബാസ് റബ്ബറൈസ്ഡ് സ്ക്വയർ പ്രോഡക്ട്സ് ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു. ഇത് കേരളത്തിൽ ആദ്യമായാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങുന്നത്. ഇതുവരെ മഹാനഗരങ്ങളിൽ മാത്രം ഉള്ള ഒരു യൂണിറ്റ് കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന അഥവാ നിലമ്പൂരിൽ ചെയ്യാൻ പറ്റുന്നത് വലിയൊരു അഭിമാനമായി ഞങ്ങൾ കരുതുന്നുണ്ട്. ഞങ്ങളുടെ ആഹ്ലാദത്തിൽ നിങ്ങളും പങ്കുചേരുക. ഈ ലോഞ്ചിങ് അവസരത്തിൽ ഞങ്ങൾ ഒരു ലോഞ്ചിങ് ഓഫറായിട്ട് നിങ്ങൾക്ക് തരുന്നത് ഈ ആദ്യ ഹൈസ്ലീവ് സ്പ്രിംഗ് മാട്രസ് വാങ്ങുന്ന ഓരോ ആൾക്കും ഒരു ഹൈസ്ലീവ് മാട്രസിന്റെ വാങ്ങുന്ന ഓരോ പേർക്കും ഒരു ഇൻഡക്ഷൻ കുക്കർ സൗജന്യമായി നൽകുന്നതാണ്. ഞങ്ങളുടെ ഈ സംരംഭം വിജയപ്രദമാക്കുവാൻ നിങ്ങൾ ഓരോരുത്തോടും അഭ്യർത്ഥിക്കുന്നു. ഈ മഹോത്സവത്തിന് എല്ലാ ഭാവുകാശംസകളും ഞങ്ങൾ നേരുന്നു. നമസ്തേ. നമ്മുടെ ഇന്നത്തെ കലാസന്ധ്യ രഞ്ജനി ജോസും സംഘവും അവതരിപ്പിക്കുന്ന റിതംസ് ആൻഡ് ബ്ലൂസ് നമുക്കായി സ്പോൺസർ ചെയ്യുന്നത് ഉബാസ് റബ്ബറൈസ് കയർ പ്രോഡക്ട്സ് ആണ്. അവരുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് ആണ് ഹൈ സ്ലീപ്പ് സ്പ്രിംഗ് മാട്രസ്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഹൈ സ്ലീപ്പ് സ്പ്രിംഗ് മാട്രസ് അവർ ലോഞ്ച് ചെയ്യുന്നത്. ഇത് ലോഞ്ച് ചെയ്യുന്നത് പ്രിയങ്കരനായ നമ്മുടെ സംവിധായകൻ ശ്രീ ജയരാജും അതോടൊപ്പം തന്നെ രഞ്ജിനിയും ശ്രീ ഫ്രാങ്കോയും ബഹുമാന്യായ ചെയർമാനും ചേർന്നാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ഹൈ സ്ലീപ്പ്
റബ്ബറൈസ്ഡ് മാട്രസ്, സ്പ്രിംഗ് മാട്രസ് ലോഞ്ച് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും ഏറെ ആദരവോടെ ചടങ്ങ് വീക്ഷിക്കാം. ഉബാസ് റബ്ബറൈസ്ഡ് സ്ക്വയർ പ്രോഡക്ട്സിന്റെ ഏറ്റവും പുതിയ ഉൽപ്പന്നം ഹൈ സ്ലീപ്പ് സ്പ്രിംഗ് മാട്രസ് നമ്മൾക്കായി നമ്മളുടെ ഇന്നത്തെ മുഖ്യാതിഥി ശ്രീ ജയരാജ്, രഞ്ജിനി ജോസ്, ഫ്രാങ്കോ, നഗരസഭയുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ ആര്യാടൻ ഷൌക്കത്ത്, ഡയറക്ടർ ശ്രീ ഒജി സുരേന്ദ്രൻ, ശ്രീ അബ്ദുൽ സമദ്, ഏറ്റവും പുതിയ പ്രോഡക്ട്സ് ഉബാസിന്റെ ഹൈ സ്ലീപ്പ് സ്പ്രിംഗ് മാട്രസ് ഇതായി നമുക്കായി ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു. ഈ ചടങ്ങിന് ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നതിനായിട്ട് ശ്രീ ഷാജി തോമസിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയാതെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ശ്രീ എം കിഷോർ കുമാറിന് ഈ പാട്ടുത്സവ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. ഇന്നത്തെ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ നിലമ്പൂർ നഗരസഭ ചെയർമാൻ ശ്രീ ആര്യടൻ ഷൌക്കത്തിനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട വ്യക്തി പ്രശസ്ത സംവിധായകൻ ശ്രീ ജയരാജന് ഈ പാട്ടുത്സവ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട വ്യക്തികളായ ശ്രീ രഞ്ജിനി ജോസ്, ശ്രീ ഫ്രാങ്കോ എന്നിവർക്കുള്ള ഈ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച കൌൺസിലർമാർ, അവർക്കുള്ള നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, ഈ പരിപാടികൾ ഇതുപോലെ ആക്കിയെടുക്കുന്നതിന് വേണ്ടി 2-3 മാസമായിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ ആഹാരാത്രം ഇതിനുവേണ്ടി ബുദ്ധിമുട്ടുന്ന വ്യാപാരി സുഹൃത്തുക്കളായ ശ്രീ ഷൌക്കത്ത്, ശ്രീ നരേന്ദ്രൻ, ശ്രീ നൌഷാദ്, ശ്രീ അനിൽ റോസ്, ശ്രീ കോയാസ്, ശ്രീ നരേന്ദ്രൻ, ശ്രീ വിനോദ് പി മേനോൻ, എല്ലാവർക്കുമുള്ള നന്ദി പാട്ടുത്സവ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി നമുക്ക് സ്പോൺസർ ചെയ്ത നമ്മുടെ ഉബാസിന്റെ MD ശ്രീ സമദ്, ശ്രീ സുരേന്ദ്രൻ എന്നിവർക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇനി ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വോളണ്ടിയേഴ്സ്, നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട്, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ പരിപാടി ഇത്രയും വിജയിപ്പിക്കുന്ന നാട്ടുകാരായ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ യോഗം ഇവിടെ അവസാനിച്ച പ്രഖ്യാപിക്കുന്നു. താങ്ക് യു ഷാജി. നിലമ്പൂർ നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും മർച്ചന്റ് അസോസിയേഷനും കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റും ചേർന്നൊരുക്കുന്ന പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവൽ, മാരുതി സുസുക്കി ഇൻഡസ് മോട്ടോഴ്സ് പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിന്റെ 3-ാം ദിവസത്തെ സാംസ്കാരിക സമ്മേളനം ഇവിടെ പൂർണ്ണമാകുന്നു. ഉടൻ തന്നെ ഈ വേദിയിൽ ഉബാസ് ഹൈ സ്ലീപ്പ് സ്പ്രിംഗ് മാട്രസ് സ്പോൺസർ ചെയ്യുന്ന രഞ്ജിനി ജോസും സംഘവും അവതരിപ്പിക്കുന്ന റിതംസ് ആൻഡ് ബ്ലൂസ് അരങ്ങേറുന്നതാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ നമ്മുടെ കലാസന്ധ്യ നമുക്കായി സ്പോൺസർ ചെയ്ത ഇന്നിവിടെ ഹൈ സ്ലീപ്പ് റബ്ബറൈസ്ഡ് സ്ക്വയർ പ്രോഡക്ട്സ് ബെഡ് ലോഞ്ച് ചെയ്ത ഉബാസ് കമ്പനിയോടുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു.
സുഹൃത്തുക്കളെ